നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില സെൻറ്റൻസുകൾ മറാഠിയിൽ എങ്ങനെ പറയാം എന്ന് നോക്കാം. റെഡിയല്ലേ? ഭക്ഷണം റെഡിയാണ് അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാണ്. ഫുഡ് ഈസ് റെഡി എന്ന് നമുക്ക് മറാഠിയിൽ എങ്ങനെ പറയാം? ജേവൺ തയ്യാർ ആഹേ. ഇത് മൂന്നും നമുക്ക് നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ച വാക്കുകളാണ്. ജേവൺ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ആഹാരം. തയ്യാർ റെഡി, തയ്യാർ ആഹേ റെഡി ആണ്. ജേവൺ തയ്യാർ ആഹേ, ഫുഡ് ഈസ് റെഡി. എൻ്റെ ജോലി തീർന്നു എങ്ങനെ പറയാം മറാഠിയിൽ? മൈ വർക്ക് ഈസ് ഓവർ എന്ന് നമുക്ക് മറാഠിയിൽ എങ്ങനെ പറയാം? മാঝে കാം സംപ്ലേ. മാঝে എന്ന് പറഞ്ഞാൽ എൻ്റെ, കാം ജോലി, സംപ്ലേ തീർന്നു. മാঝে കാം സംപ്ലേ, മൈ വർക്ക് ഈസ് ഓവർ. ഓക്കെ. എനിക്ക് വിശക്കുന്നു എങ്ങനെ പറയാം? മല ഭൂക്ക് ലാഗ്ലി. മല ഭൂക്ക് ലാഗ്ലി. മല എന്ന് പറഞ്ഞാൽ എനിക്ക്, നമുക്കറിയുന്നതാണ് ഈ വാക്ക്. ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്. ലാഗ്ലി വിശക്കുന്നു എന്ന് പറയാൻ ഭൂക്ക് ലാഗ്ലി എന്ന വാക്കും കൂടി ചേർക്കണം. ഐ ആം ഹംഗ്രി. മല ഭൂക്ക് ലാഗ്ലി, എനിക്ക് വിശക്കുന്നു. ഞാൻ ഓഫീസിൽ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ഓഫീസ്. ഇതെങ്ങനെ പറയാം? മീ ഓഫീസ്ലാ ജാത്തോ. ജാത്തോ എന്ന് പറഞ്ഞാൽ പോവുകയാണ് എന്നാണ് അർത്ഥം, ജെൻഡർ അനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ ജാത്തോ എന്ന് പറയുമ്പോൾ അത് ഒരു ആണ്, ഒരു പുരുഷനാണ് അത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ ഒരു പുരുഷനോ ആണ് അത് പറയുന്നത്. അതുകൊണ്ടാണ് ജാത്തോ എന്ന വാക്ക് ചേർക്കുന്നത്, പോവുന്നു എന്നർത്ഥം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീ ഓഫീസ്ലാ ജാത്തോ എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ പറയുകയാണ് ഞാൻ ഓഫീസിൽ പോവുകയാണ്. ഇനി അതൊരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ആണ് പറയുന്നതെങ്കിൽ മീ ഓഫീസ്ലാ ജാത്തേ എന്ന് വേണം പറയാൻ. സെയിം മീനിങ് തന്നെയാണ്, പോവുകയാണ് എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. പക്ഷേ ജെൻഡർ അനുസരിച്ച് ജാത്തോ അല്ലെങ്കിൽ ജാത്തേ എന്ന വാക്ക് വേണം ഉപയോഗിക്കാൻ. മീ ഓഫീസ്ലാ ജാത്തേ, ഒരു പെൺകുട്ടിയാണ് അത് പറയുന്നത്. ഓക്കെ. ഇനി ഞാൻ ലേറ്റായി, ഐ ആം ലേറ്റ് എന്നെങ്ങനെ പറയാം? മല ഉഷീർ ജാല, അല്ലെങ്കിൽ നമ്മൾ പറയും എനിക്ക് ലേറ്റായി എന്ന് പറയും അല്ലേ? അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷനാണ് മല ഉഷീർ ജാല. മല എനിക്ക്. ഉഷീർ എന്ന് പറഞ്ഞാൽ ലേറ്റ്. ലേറ്റ് എന്ന വാക്കിനാണ് ഉഷീർ എന്ന് പറയുക, വൈകുക എന്ന വാക്ക്. ഓക്കെ. മല ഉഷീർ ജാല. ജാല എന്നതിൻ്റെ അർത്ഥം ആയി എന്നാണ്. അപ്പോൾ എനിക്ക് ലേറ്റായി എന്ന് പറയാൻ മല ഉഷീർ ജാല. ഓക്കെ. ഇനി ഐ വിൽ കം ബാക്ക്, ഞാൻ തിരിച്ചു വരാം എന്ന് പറയാൻ യേതോ മീ അല്ലെങ്കിൽ യേതേ മീ എന്ന് വേണം പറയാൻ. യേതോ മീ എന്ന് എപ്പോൾ പറയും? ഒരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു പുരുഷനാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ യേതോ മീ, ഞാൻ തിരിച്ചു വരാം. യേതേ മീ എന്ന് ആരാ പറയുക? ഒരു സ്ത്രീയാണ് പറയുക അല്ലേ? യേതേ മീ, ഞാൻ തിരിച്ചു വരാം. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്ത് ഞാൻ എന്താ വരുന്നു അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാം, പോയിട്ട് വരാം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ? അത് മറാഠിയിൽ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ യേതോ മീ അല്ലെങ്കിൽ യേതേ മീ എന്നാണ് സാധാരണ പറയുക. ഓക്കെ. ഇനി നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു, അവർ പോകാൻ നേരത്ത് അവർ പറഞ്ഞിട്ട് പോവും യേതോ മീ അല്ലെങ്കിൽ യേതേ മീ, ഞാൻ വരാം, പോയിട്ട് വരാം എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് പറയും? തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു വരൂ, പോയിട്ട് വരൂ, അല്ലെങ്കിൽ കം അഗെയിൻ, വീണ്ടും വരൂ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അതിനെന്താണ് മറാഠിയിൽ പറയേണ്ടത്? പരത് യാ. പരത്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ് അർത്ഥം. യാ എന്ന് പറഞ്ഞാൽ വരൂ എന്നാണ് അർത്ഥം. അപ്പോൾ പരത് യാ, വീണ്ടും വരൂ, കം അഗെയിൻ. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രം. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ശരി, അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം. ഹാപ്പി ലിവിങ് ഗൈസ്.